ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് ആണ്ടവരെ പറ്റി വിസാരിച്ചിടാം. നമുക്ക് എപ്പിസോഡ് 55 നമ്മൾ ഇന്ന് പഠിച്ചിടുക. നമുക്ക് ഇതിൽ നമ്മൾ പഠിക്കുന്നത് എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം മുതൽ കീഴോട്ട് നമുക്ക് വാസിച്ചിടാം. എഫെസ്യർ 6:4 തൊട്ട് കീഴോട്ട്. என்ன சொல்லுது, നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ച് എന്നെ പഠിച്ചാച്ച് നമ്മൾ അപ്പനെ അമ്മയും ബഹുമാനിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കുക, അവരെ കാപ്പാക്കുക, അവരുടെ വയസ്സിൽ നീ അവരെ തള്ളിക്കളയാതെ നീ നോക്കിയിടുക. കാരണം അവർ താൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നത്, അവർ താൻ നിനക്ക് സകല നന്മകൾക്കും കാരണം അവർ താൻ നിന്നെ വലുതാക്കിയാച്ചേ. അതുകൊണ്ട് നീ അവർക്ക് ബഹുമാനം നീ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആണ്ടവർക്ക് നിനക്ക് എണ്ണ തരും, നിനക്ക് ദീർഘായുസ് തരും എന്ന് നമ്മൾ ഇങ്ങനെ വാസിക്കുന്നത്. 4-ാം വാക്യത്തിൽ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഇங்கே നമ്മൾ 4-ാം വാക്യത്തിൽ ഇங்கே ഇൻസ്ട്രക്ഷൻ അപ്പന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ നാം ഇங்கே കാണുന്നത്. അപ്പന്മാർക്ക് എന്നാണ് ആണ്ടോട് ചൊല്ലിയതെന്ന് നമുക്ക് ഇங்கே വാസിച്ചിട. ഈ ഫാദർ പ്രൊവോക്ക് നോട്ട് യുവർ ചിൽഡ്രൻ. നീ നിന്റെ മക്കളെ നീ അവരെ കോപിപ്പിക്കാതെ, അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നീ മക്കളെ കോപിപ്പിക്കാതെ എന്ന് சொல்லிയാൽ, അതായത് നീ അവരോട് ദേഷ്യം പിടിപ്പിക്കാതെ, അല്ലെങ്കിൽ അവരെ നീ ഇറിറ്റേറ്റ് പണ്ണാതെ, നീ അവരെ നേസിച്ചിട. നീ അവരോട് പേശുമ്പോൾ അവർക്കും കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്ത് അവരോട് നീ പേശിട്. ഞാൻ ചിന്ന പിള്ളയോടല്ല, പെരിയ ആൾക്കാരോട് തന്നെ ഇത് ചൊല്ലുത്. അന്നേരം ഇങ്ങനെ ചൊല്ലുക, നീ മക്കളെ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, അതായത് പിതാക്കന്മാരോട് ചൊല്ലുകയാണ്, നിന്റെ മക്കളെ നീ ഒരിക്കലുമേ കോപിപ്പിക്കാതെ, അല്ലെങ്കിൽ നീ കോപം വന്നാലും അത് നീ തണുപ്പിച്ച് അത് അവരോട് പേശിയുടെ അവരോട് നീ അവരോട് പേശിടുമ്പോൾ നമുക്ക് അതുകൊണ്ട് അതിനകത്ത് ഗുണം എന്നായി കർത്താവിൻ്റെ. പക്ഷെ അത് മറ്റുമല്ല, നീ കോപിക്കാതെ, അതായത് നീ അവരൊരു തപ്പ് ചെയ്താൽ നീ അവരെ കോപിച്ച് അവരെ അടിച്ച് കൊല്ലുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കൈ വെട്ടിക്കളയുക, കാൽ വെട്ടിക്കളയുക, അല്ലെങ്കിൽ അപ്പടി ഒന്നും ചെയ്യാതെ നീ അങ്ങനെ അവർ തപ്പ് ചെയ്താൽ അവർക്ക് ബാലശിക്ഷ കൊടുക്കുക. ബാലശിക്ഷ എന്ന് പറഞ്ഞാൽ അതായത് അവരെ ശാസിക്കുക, അവരോട് ചൊല്ലിടുക, അവർ പേശിടുമ്പോൾ അവരോട് ചൊല്ലുക, മക്കളെ നീ ചെയ്യുന്ന തപ്പ് താൻ എന്ന് ചൊല്ലിയിട്ട് അത് മറ്റുമല്ല നീ അവർക്ക് പിന്നെയും കേട്ടില്ലെങ്കിൽ നീ ഒരു കമ്പ് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു വടി കൊണ്ടുവന്ന് അവരെ അടിച്ച് അല്ലെങ്കിൽ ചെറിയ പണിഷ്മെന്റ് കൊടുത്ത് അവരെ നേരെയാക്കുകയും. അതായത് നീ ബാലശിക്ഷ അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുമ്പോൾ, ചാസ്റ്റൈസ്മെന്റ് എന്ന ഇംഗ്ലീഷിൽ ചൊല്ലിടും, അത് കൊടുക്കുമ്പോൾ നീ എന്നാ പണണം? സ്നേഹത്തോട് കൊടുക്കുകയും ദേഷ്യത്തോടല്ല, നീ കോപത്തോട് കൂടെ അവരോട് ഒന്നും പണ്ണാതെ. അവർ തപ്പ് ചെയ്തു, അവർക്ക് തിരിയണം. നീ അവർ തപ്പ് ചെയ്തെന്ന് അവർക്ക് തിരിയാതിരിക്കുക എന്നുണ്ടെങ്കിൽ എന്നാ പറ്റുമെന്ന് അറിയാമോ? അവർ കോപിച്ചിട്ട് എന്നാ പറ്റും, അവർ അപ്പടിയെ പോയിടും. അതുകൊണ്ട് നീ അവർക്ക് ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. പഥ്യോപദേശം എന്ന് ചൊല്ലിയാൽ ഇங்கே சொல்லுது என்ன சொல்லிയാൽ, നീ അവരെ ടീച്ച് பண்ணிடு, അവരോട് എക്സ്പ്ലെയിൻ பண்ணிடு. അതായത് നീ എന്തുകൊണ്ട് ഞാൻ നിനക്ക് ശിക്ഷ തരുന്നു എന്ന് നിനക്ക് തിരിയണം. ഞാൻ എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ ഞാൻ ചൊല്ലിടാം. എനിക്ക് 4 മക്കളിരുന്നേ. എന്നാൽ അന്നേരം അവർ തപ്പ് ചെയ്യുമ്പോൾ അവരോട് ഞാൻ ചൊല്ലിടും. ഞാൻ ജോലി കഴിഞ്ഞിട്ട് തിരികെ വീട്ടിൽ വരുമ്പോൾ അവർ ரொம்ப പ്രോബ്ലം ഉണ്ടാക്കി വീട്ടിൽ എല്ലാമേ പ്രശ്നമാക്കി ഇരിക്കുമ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ അവരോട് ചൊല്ലിടും, ഓക്കെ, നിങ്ങൾ ഇന്ന് എന്ന തപ്പ് പണിയാച്ച്. അന്നേരം ഞാൻ അവരോട് ചൊല്ലി, നീ തപ്പ് ശരിയായിട്ട് ചൊല്ലിയില്ലെങ്കിൽ നിനക്ക് ഡബിൾ പണിഷ്മെന്റ് கிடைக்கும். അതുകൊണ്ട് നീ എന്നെ തപ്പ് ചെയ്ത് നീ അപ്പടിയെ ചൊല്ലണം. അന്നേരം എന്നാ ചെയ്യുമെന്ന് അവരുടെ തപ്പുകൾ എല്ലാമേ ചൊല്ലിടും. അന്നേരം എൻ്റെ മനവി അത് കേട്ട് ரொம்ப சிரிக்குது.
കാരണം അവർക്കും അത് தெரியாது. കാരണം അവർ ചെയ്ത തപ്പുകൾ എല്ലാമേ അവരെ എൻ പക്കത്തിലേക്ക് കൊണ്ടുവന്ന് അവർ ചൊല്ലി ഞാൻ ഇന്ന തപ്പ് ചെയ്താച്ചേ എന്ന് ചൊല്ലും. അന്നേരം അവരോട് ചൊല്ലി ഓക്കെ നിങ്ങൾ ഇത്ര തപ്പ് നിങ്ങൾ ചെയ്താച്ചേ, അന്നേരം നിങ്ങൾക്ക് എന്നാ പണിഷ്മെന്റ് നിനക്ക് എന്നാ തരണം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് എത്ര അടി തരണം, നിങ്ങൾ ചൊല്ലിയിട്ട് നീ ചൊല്ലുന്ന മാതിരി താൻ ഞാൻ ചെയ്തിടും. അന്നേരം അവർ പറയും എനിക്ക് ഒരടി തന്നിട്, അല്ലെങ്കിൽ 2 അടി തന്നിട്. അപ്പടി ചൊല്ലും. ഞാൻ ചൊല്ലും നീ ഒരടി നീ ഇത്രയും തപ്പുമ പണിയപ്പം നിനക്ക് 1 അടി മട്ടും പോതുമാ? അതുകൊണ്ട് നിനക്കത് ശരിയാവുമാ? നീ തപ്പ് ചെയ്തു, നീ തന്നെ ചൊല്ലി നീ തപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിനക്ക് അതിനെ ശിക്ഷ വേണം, നിനക്ക് അടി വേണം. കാരണം നിന്നോട് നേരത്തെ ഞാൻ ചൊല്ലിയാച്ച നീ ഇപ്പടി ഒന്നും ചെയ്യാതെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ അവർക്ക് കമാൻഡ് കൊടുത്തു, നീ അപ്പടി ഒന്നും ചെയ്യാതെ ചൊല്ലി കഴിഞ്ഞിട്ട് നീ ചെയ്തു. എന്നിട്ട് നീ ചെയ്ത് കഴിഞ്ഞപ്പോൾ നീ തപ്പ് ചെയ്തു നീ തന്നെ ചൊല്ലുവാ ഇല്ലയാ? നീ തപ്പ് ചെയ്യുമ്പോൾ നിനക്ക് ശിക്ഷ വേണ്ടായോ ഇല്ലയോ വേണ്ടായോ? അന്നേരം ഞാൻ അവർ ചൊല്ലും ശിക്ഷ വേണം. അപ്പ ചൊല്ലു കറക്റ്റാ, ഞങ്ങൾ ശിക്ഷ വാങ്ങാം. അന്നേരം ഞാൻ ചൊല്ലും നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി വടി കൊണ്ടുവന്നിട്. അതായത് കുറ്റി കൊണ്ടുവന്നിട്ട് ആ ചിന്ന കുറ്റി, അതായത് ആ പെരിയ കുറ്റിയല്ല ഞാൻ കുറ്റി എന്ന് ചൊല്ലിയത്, ആ പെരിയ കുറ്റി ഇരിക്കെ ചിന്ന കുറ്റി. അതായത് അവർ ചിന്ന പിള്ളതാണ്, അവർക്ക് പെരിയ കുറ്റി കൊണ്ടല്ല അടിക്കേണ്ടത്. ആ ചിന്ന കുറ്റിയെ കൊണ്ടുവന്നിട്ട് ആ കമ്പ് കൊണ്ടുവന്നിട്ട് അല്ലെ സ്റ്റിക്ക് കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞ മാതിരി അവരോട് കൈ നീട്ടാൻ പറയും. കൈ നീട്ടി അവർ കൈ നീട്ടണമെന്നത് നിർബന്ധമാണ്. അവർ കൈ നീട്ടുമ്പോൾ ഞാൻ അവർക്ക് 1 അടി അല്ലെ 2 അടി കൊടുത്തിടും. കാരണം എന്നാ ചൊല്ലി അവർക്ക് പിടിയണം. അത് എന്തിനാ ഞാൻ അടിച്ചത്? അവരെ തപ്പ് അവർ ചൊല്ലിയതിന് ശേഷം താൻ ഞാൻ അവർക്ക് അടിച്ചത്. അന്നേരം അവർ എന്നാ പണം അവർ പിന്നെ അവരത് ആ തപ്പ് അവർ ചെയ്യാതെ. അന്നേരം ആണ്ടവർ നമുക്ക് ബാലശിക്ഷ തരുന്ന എന്തിനെന്ന് ചൊല്ലിയാൽ നമ്മൾ കറക്റ്റ് ആവാൻ വേണ്ടി, നമ്മൾ നല്ല പിള്ളയാവാൻ വേണ്ടി, അല്ലെങ്കിൽ ആണ്ടവരുടെ അനുഗ്രഹം നമുക്ക് കിടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരൊരു ഗുഡ് സിറ്റിസൺ ആവാൻ വേണ്ടി. നമ്മുടെ മക്കളെ എന്തിനാ നമ്മൾ വളർത്തുന്നത്? ഒരു ചീത്ത പിള്ളയായിട്ട് വളരണമെന്ന് നമ്മുടെ ആഗ്രഹം. അവർ തപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എൻകറേജ് பண்ணி അവർ എന്നാ പറ്റിയിടും. അവർ ആരെയും കേൾക്കാതെ അവർ പെരിയതാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പടി ചൊല്ലിടാം. നമ്മൾ ഒരു മാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാങ്ങായുടെ മരം നമ്മൾ നട്ടാച്ച്, അത് നട്ടപ്പോൾ എന്നാ தெரியுமா? അത് നട്ട് കഴിഞ്ഞപ്പോൾ അത് കിളിച്ച് വന്നു കഴിഞ്ഞിട്ട് അത് ഇപ്പടി ഒരു സൈഡിലെ ചരിഞ്ഞു പോയാച്ച്. നമ്മൾ അത് അപ്പടി ഇഗ്നോർ பண்ணுவாங்க എന്നാ പറ്റുമെന്ന് தெரியுமா? ആ മരം അപ്പടിയേ വളർന്നിടും, അപ്പടി അതായത് ചരിഞ്ഞ് തന്നെ പോയിടും. അന്നേരം അതിന് നമ്മൾ എന്നാ പണണം? അത് ഒരു കുറ്റി കൊണ്ടുവന്ന് അതിനെ നേരെ പിടിച്ച് വെച്ച് അത് കെട്ടിവിടണം. അപ്പടി നമ്മൾ കെട്ടിവിടുകയെന്നുണ്ടെങ്കിൽ ആ മരം നേരെ വളരും. അതേപോലെ താൻ നമ്മൾ മക്കളെ അവരെ കറക്റ്റ് ചെയ്ത് അവരെ നേരെ വഴിയിൽ നമ്മൾ നടത്തുവന്നുണ്ടെങ്കിൽ അവർ എന്നായിരിക്കും? അവർ നേർ വഴി താൻ അവർ പാലിക്കും. അവർ നല്ല സിറ്റിസണായി തീർന്നിടും. நல்ல சிட்டிசன் ஆகணும்னுണ്ടെങ്കിൽ നമ്മൾ என்ன பண்ணணும்? பாலசிஷை கொடுக்கணும். അതുകൊണ്ട് இங்கே ஆண்டவர் சொல்லுற சேம் தான். அது നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ നീ എന്നാ பண்ணணும்? ബാലശിക്ഷ കൊടുക്കണം. അത് ചിന്ന ശിക്ഷ കൊടുത്തിടണം. അവരെ കൊല്ലുകയല്ല നിനക്ക് വേണ്ടത്, അല്ലെങ്കിൽ നീ അവരോട് വെറുക്കുകയല്ല വേണ്ടത്, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നീ അവരോട് പേശാതിരിക്കുകയല്ല വേണ്ടത്. അവർക്ക് കൊടുക്കുന്ന ശിക്ഷ അവർക്ക് തിരിയണം എന്തുകൊണ്ട് നമ്മൾ കൊടുത്തതെന്ന്. இங்கே ஆண்டவர் இங்கே சொல்லுது, நீங்கள் பத்தியுபதேசத்திலும் போற்றி வளர்த்து அவரை உபதேசம் பண்ணிட்டு அவருக்கு போற்றி அவருக்கு தேவைப்படுന്നത് നമ്മൾ കൊടുത്ത് അവരെ വളർത്തണം. അത് നമ്മുടെ പർപ്പസ് എന്നതാണ്? നമ്മുടെ എന്നാ പർപ്പസാ? അവരെ പോറ്റി വളർത്തണം. അവർക്ക് തേവയുള്ള അവർ തപ്പ് ചെയ്തു, അതുകൊണ്ട് തപ്പ് ചെയ്തുകൊണ്ട് നീ പാക്കാതെ അവരെ വിട്ടേച്ച് കളഞ്ഞ്, അല്ലെങ്കിൽ അവരെ വെളിയിലിറക്കി വിട്ട്. അപ്പടിയല്ല, നീ അവരെ നേസിച്ച് അവരെ നേസം കാണിച്ച് അവർക്ക് ഉപദേശം ചൊല്ലി ഞാൻ അവരോട് ചൊല്ലും, മക്കളെ നിങ്ങൾ പാർത്ത് നിങ്ങൾ തപ്പ് ചെയ്ത് ഞാൻ അതിന് തന്നെ ഞാൻ അടിച്ച്, ഇനി ഈ തപ്പ് നിങ്ങൾ പിന്നെ ആവർത്തിക്കാതെ, ഇനി നിങ്ങൾ ഈ തപ്പ് பண்ணுவாണെങ്കിൽ എന്നാ പണ്ണും? ഞാൻ ഒരടിക്ക് പകരം ഇപ്പം ഒരടി അടിച്ചെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം 2 അടി അടിക്കും. അത് കഴിഞ്ഞാൽ 3 അടിയായിരിക്കും. അതുകൊണ്ട് നീ എന്നാ പണ്ണണം? നീ ഇനി തപ്പ് പണ്ണരുത്.
അതായത് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ തപ്പ് സെയിം മിസ്റ്റേക്ക് பண்ணுമ്പോൾ നമുക്ക് ശിക്ഷ ജാസ്തി കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും. അന്നേരം അവരെന്നാ പണ്ണും, അവർ ആ തപ്പുകൾ ചെയ്യാതെ. നമുക്ക് അന്നേരം ഇങ്ങനെ അതെല്ലാം നമ്മൾ അവരെ ഉപദേശിക്കണം. അവർക്ക് ആലോചന നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവരോട് പേശി ചെയ്യണം. അവരുടെ പേശി അവരുടെ ഹൃദയത്തിൽ സാത്താൻ കൊണ്ടുവരുന്ന, പിശാച് കൊണ്ടുവരുന്ന അഴുക്ക് ചിന്തയെ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി അവരുടെ ഹൃദയത്തിലും നേസം വളർത്തണം. അവരൊരു നല്ല സിറ്റിസൺ ആവാൻ വേണ്ടി അതേപോലെ നമ്മൾ ചെയ്യണം എന്ന് ഇங்கே ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യം നമ്മൾ ഒരു കാര്യം നമ്മളിങ്ങനെ മക്കളെ കോപിപ്പിക്കരുത്. ആണ്ടവർ சொல்லுது, നിങ്ങൾ മക്കളോട് അവർ തപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കോപിപ്പിക്കുക അല്ല അവരോട് ചെയ്യേണ്ടത്. അവരോട് നേസത്തിൽ അവരോട് കാര്യം ചൊല്ലി അവരുടെ തപ്പ് അവർക്ക് ബോധ്യമാക്കി അവരോട് പേശി അതിനുശേഷം അവർക്ക് ബാലശിക്ഷ കൊടുക്കണം. ഇത് നമുക്ക് കൊടുക്കേണ്ടത് നമ്മൾ രണ്ട് കാര്യം. ഒന്ന്, അവർ തപ്പ് ചെയ്തപ്പോൾ നമ്മൾ എന്നതേ അവരോട് എന്നാ ചെയ്ത് ബാലശിക്ഷ, അതായത് ചിന്ന അടികൾ അല്ലെങ്കിൽ ചിന്ന പണിഷ്മെന്റ് കൊടുത്തിടുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് അതിനെപ്പറ്റി ഉപദേശം പറഞ്ഞു കൊടുത്ത് അത് എന്തുകൊണ്ട് തപ്പായിരിക്കെ എന്ന് അവർക്ക് ബോധ്യമാക്കണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ തപ്പ് ചെയ്തു എന്ന് അവർക്ക് ബോധ്യം വരണം. അത് ബോധ്യം വന്നെങ്കിൽ മാത്രമേ എന്നെ പറ്റും അവർ ആ തപ്പ് ചെയ്യാതെ ഇരിക്കുകയുള്ളൂ. എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് ഞാൻ ഈ 4-ാം വാക്യത്തിൽ നമ്മൾ വാസിച്ചത്, നമ്മുടെ മക്കളോട് കോപിക്കാതെ അവർക്ക് കൊടുക്കേണ്ടുന്ന ബാലശിക്ഷയും അവർക്ക് വേണ്ട ഉപദേശവും കൊടുത്ത് അവരെ പോറ്റി വളർത്തണം. അതായത് അവർക്ക് വേണ്ട തേവയുള്ളതെല്ലാമേ അവർക്ക് കൊടുത്ത് അവരെ ആ തപ്പ് ചെയ്യാതെ അവരെ വളർത്തിയണം. അതുതാണ് നമ്മുടെ പർപ്പസ്. ആണ്ടവർ നമുക്ക് ഈ വചനത്താൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ നമ്പർ നേരത്തെ ഞാൻ ചൊല്ലിയാച്ചേ. എൻ്റെ നമ്പർ 9791843308 അല്ലെങ്കിൽ 979-184-184 3308 3308. അതുതാണ് എൻ്റെ നമ്പർ. ആ നമ്പറിൽ നിങ്ങൾ എന്നെ കൂപ്പിട്ടാൽ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ വിവരിച്ചിടാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേശിടാം. ഞാൻ എല്ലാ ടൈമിലും നിങ്ങളുടെ ഫോൺ എടുക്കാൻ വേണ്ടി തയ്യാറാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഇരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇരുന്നാലും നിങ്ങൾക്ക് എന്നോട് പേശിടാം. ഞാൻ അതിനെ വചനം എന്നാ சொல்லுது അത് മാതിരി ഞാൻ പേശിടാം. ഞാൻ വചനത്തിൽ നിന്ന് മേളിലും കീഴിലും പോവാതെ വചനം சொல்லுന്ന 100% அப்படிதான் ഞാൻ നിങ്ങൾ പേശും. ആണ്ടവർ നിങ്ങളെ ആശീർവദിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.